എൻ്റെ പേര് ജോസ്ന ആൻ്റണി. ഞാൻ ദുബായിൽ നിന്ന് വരുന്നു. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. 2020 ഫെബ്രുവരി 4 ഞാൻ എടുത്ത ഉടമ്പടിയുടെ എനിക്ക് മാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനും 2024 ഏപ്രിൽ മാസം ഓൺലൈൻ ഉടമ്പടി വഴി മാതാവ് എനിക്ക് തന്ന സാക്ഷ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന സാഹചര്യം ആദ്യം ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ഞാനിവിടെ വരുമ്പം ഇത്രയും ഇങ്ങനെയല്ല കൃപാസനം ഉള്ളത്. അന്നും ഇതേപോലെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ഞാൻ വന്നു, ജസ്റ്റ് പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാം, ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ വന്നു, ഇവിടെ മാതാവുണ്ട്, പക്ഷെ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടത് ദിവ്യകാരുണ്യ അൾത്താര മാത്രമാണ്. അപ്പം കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, എനിക്ക് മാതാവിനെ കാണാൻ പറ്റുന്നില്ല. ഈവൻ ഞാൻ മാതാവിന്റെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ശരിക്കും ചലഞ്ച് ചെയ്തു, കാരണം ഇതൊരു തട്ടിപ്പാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മാതാവിനോട് ചലഞ്ച് ചെയ്തു. അപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേഴ്സാണ്, എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലില്ല, എനിക്കത് കിട്ടാൻ യാതൊരു വഴിയുമില്ല. കേരള രജിസ്ട്രേഷൻ എൻ്റെ കയ്യിലില്ല, എനിക്ക് നാട്ടിൽ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവ് വലിയ മാതാവല്ലേ, അപ്പൊ പിന്നെ മാതാവ് എനിക്ക് നാട്ടിലൊരു ജോലി ഇതാ, എന്നാ ഞാൻ വിശ്വസിക്കാമെന്ന്. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. 2-ാം ദിവസം ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ 4 ഇന്റർവ്യൂ പാസ്സായി. എനിക്ക് ജോലി ഓഫർ വന്നു. അവരെന്നോട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ അവരെന്നോട് പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ വന്നു, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കൊടുക്കാൻ യാതൊരു വഴിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എഴുതിയ അമ്മയുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഈശോ അപ്രൂവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അമ്മ HR ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. ഞാൻ ജോലി ചെയ്യുന്ന അത്രയും സമയം എന്നോട് അവിടുന്ന് അവരിത് ചോദിക്കാൻ പാടില്ല, എനിക്ക് വേറെ വഴിയില്ല. അന്ന് തൊട്ട് ഒരു 1.5 വർഷക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആരും എൻ്റെ എക്സ്പീരിയൻസ് ലെറ്ററെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് പുറത്തൊരു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ ഈ എക്സ്പീരിയൻസ് ലെറ്റർ നെസസറിയാണ്. ഞാനൊരു കഴിഞ്ഞ 10 മാസമായിട്ട് ഈ എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഹോസ്പിറ്റലുകാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചെയർമാനുമായിട്ട് എനിക്കൊരു തർക്കം ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ പോലും പുള്ളിക്ക് ദേഷ്യമാണ്. ഇത് തരത്തില്ലെന്ന് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. എനിക്കിത് കിട്ടത്തില്ല, ഒരു സാധ്യതയില്ല. എനിക്കിതെൻ്റെ വീട്ടിൽ പറയാൻ യാതൊരു വഴിയില്ല. വീട്ടിൽ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഒരിക്കലും മനസ്സിലാകത്തുമില്ല. എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. എനിക്ക് 6 എടുത്തും പറഞ്ഞ 6ടെ ഒരു റെക്കമെൻഡേഷൻ ഒന്നും കിട്ടാനില്ല. ഞാൻ ഇവിടെ വന്നു. 10 ഫെബ്രുവരി 2024 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഈ പള്ളിക്കകത്തിരുന്ന നിയോഗങ്ങൾ എഴുതുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പോയിരുന്ന നിയോഗം എഴുതി. കാരണം ആരും കാണരുത്, എൻ്റെ അമ്മ എപ്പുറത്തുണ്ട്, ഈ ഒരു നിയോഗം വെക്കുന്ന എൻ്റെ അമ്മ കാണരുത്, അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഇവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മ എനിക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടണം, ഇതെൻ്റെ ഫ്യൂച്ചറാണ്, എനിക്ക് വേറെ വഴിയില്ല. ഞാനത് കഴിഞ്ഞ് ആ നിയോഗം വെച്ച് പോയി പ്രാർത്ഥിച്ചു. സമയവും ഡേറ്റ് ഇട്ടും പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് ആ വെച്ച സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അതേ സമയത്ത് മാതാവിന്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ചെയർമാനെ ഫോൺ ചെയ്യാന്. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിന്റെ നമ്പറിൽ വിളിച്ചു, ചെയർമാനെ കോൺടാക്ട് ചെയ്തു. എൻ്റെ അടുത്ത് അത്രയും കാലം സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന അയാള് എൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, തൽക്ഷണം പറഞ്ഞു, വന്ന് എക്സ്പീരിയൻസ് ലെറ്റർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ ഉടമ്പടി ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഉടമ്പടിയിൽ എൻ്റെ മറ്റൊരു നിയോഗമായിരുന്നു. എൻ്റെ അച്ചാച്ചൻ, എൻ്റെ ഫാദർ, ആള് നല്ല മാതാവിനോട് വിശ്വാസമുള്ള ആളാണ്. കൊന്തജലം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതൊക്കെ ഞങ്ങളുടെ അച്ചാച്ചനാണ്. പക്ഷെ ഞാൻ കൃപാസനത്തിൽ വരുന്നതിനോട് എൻ്റെ അച്ഛന് യോജിപ്പില്ല. കാരണം എൻ്റെ പള്ളി മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയാ. അവിടെ പ്രാർത്ഥിച്ചാലും മാതാവുണ്ട്, ഇവിടെ പ്രാർത്ഥിച്ചാലും മാതാവുണ്ട്. നീ എന്തിന് കൃപാസനത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ എന്നെ വഴക്ക് പറയുമായിരുന്നു. അപ്പം ഞാൻ കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു, കുറേ പ്രാവശ്യം അപ്പനെ തിരുത്താൻ നോക്കി. അപ്പൻ സമ്മതിക്കുന്നില്ല, മദ്യപാനം നിർത്തുന്നില്ല. ഞാൻ മാതാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ അച്ഛനെ കൺവീൻസ് ചെയ്യിക്കത്തില്ല, ഒരിക്കലും ഞാൻ കൺവീൻസ് ചെയ്യിക്കത്തില്ല. ഞാനായിട്ട് പറഞ്ഞ് അച്ഛൻ ഒരിക്കലും കൃപാസനത്തിൽ കൊണ്ടുവരത്തില്ല. മാതാവ് തന്നെ വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണേന്ന് പ്രാർത്ഥിച്ചു. 2021 സ്വമേധ എൻ്റെ ഫാദർ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, മദ്യപാനം ഉപേക്ഷിച്ചു. ഇപ്പൊ 2024 ഇപ്പോഴും ഉടമ്പടി ജീവിതം നയിക്കുന്നു. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്തതോ കുർബാന സ്വീകരിക്കാത്തതോ ഇല്ല. വലിയ അനുഗ്രഹത്തിൽ എൻ്റെ കുടുംബം പോകുന്നു, കുടുംബ സമാധാനത്തിൽ പോകുന്നു. 4-മത്തെ കാര്യം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന്റെ ഇൻഫ്ലുവൻസ് വഴി ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി 4.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു തട്ടിപ്പിനിരയായി. ഞാൻ അവിടെ കയറി ചെന്നു, എക്സാം ഒക്കെ പാസ്സായി. മാതാവിന്റെ കൃപയെ മാതാവ് പറഞ്ഞു തന്നു. ഞാൻ ടപ്പേന്ന് DH എക്സാം എല്ലാം ക്ലിയർ ചെയ്തു. 1 മാസത്തിനകം ഞാൻ അവിടെ ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ്. ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു ലേഡിയാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. എന്റെ ജീവിത അന്തസ്സിനും എന്റെ സാഹചര്യത്തിനും നിരക്കാത്ത ഒരു രീതിക്കാണ് അവരെന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പൈസയും പോയി, ജോലിയുമില്ല, ആരുമില്ല, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒരു ബെഡ് സ്പേസ് ആണ്, റൂമിൽ പാകിസ്ഥാനി ലേഡികളാണ്, എനിക്ക് അറിയുന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആരുമില്ല, ആഹാരമില്ല. ഒരു 20-25 ദിവസം എന്റെ വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരു മുറിക്കുള്ളിലായിരുന്നു. എനിക്ക് ആകെ പ്രാർത്ഥിക്കാനും സംസാരിക്കാനും മാതാവ് ഈശോയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബൈബിൾ വായിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ജപമാല ചൊല്ലി. വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവരോട് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയും അവരെനിക്ക് ജോലി തരികയും എനിക്ക് സുരക്ഷിതമായ ഒരു അക്കോമഡേഷൻ ഒരുക്കി തരികയും ചെയ്തു. ഞാൻ 4 വർഷം സക്സസ്ഫുൾ ആയിട്ട് അവിടെ ജോലി ചെയ്തു. ഇപ്പൊ ഇവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാൻ ബെഡ് സ്പേസിലുള്ളത്, എൻ്റെ വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എൻ്റെ റൂമിൽ താമസിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പകർച്ചവ്യാധിയല്ലേ, ഞാൻ കാരണം മറ്റുള്ളവർക്ക് വരരുതെന്നുള്ള ഒരു, നമുക്ക് വേറെ റൂം എടുത്ത് താമസിക്കാനൊന്നും ആ സമയത്ത് സൗകര്യമില്ല, ആർക്കും ഇതിനു മുന്നേ വന്നിട്ടില്ല. അപ്പം ഞാൻ കാരണം മറ്റുള്ള ഒരാൾക്ക് ഉണ്ടാകരുതെന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശി എൻ്റെ ബെഡിന്റെ 4 സൈഡിലും എൻ്റെ മുറിക്കുള്ളിലും ഞാൻ ഇത് തൈലം പൂശി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ 10-11 ദിവസത്തിനകം ഞാൻ ക്യൂറായി. എൻ്റെ റൂമിൽ ഒരാൾക്ക് ഇത് വന്നില്ല. എൻ്റെ മുഖത്തോ എൻ്റെ ശരീരത്തോ എവിടെയോ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഒരു പാടും ഇപ്പം അവശേഷിക്കുന്നില്ല. അങ്ങനെ ഒരു രോഗം വന്നോന്ന് പോലും ആൾക്കാർ എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട്, കാരണം ഞാൻ ലീവ് വെറുതെ എടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാൻ 4 വർഷം അവിടെ ജോലിയിൽ തുടർന്നു. എൻ്റെ ജോലിയിൽ തടസ്സവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഉപ്പിട്ട് പ്രാർത്ഥിച്ച തക്ഷണം എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, എന്നെ പറ്റി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണേ എന്ന്. സമയത്തിന്റെ മേലും സഞ്ചാരി മാതാവുമായ മാതാവ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സദാസമയം എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. പിന്നീട് ഞാൻ ഈ ജോലിയിൽ നിന്ന് മാറണം, എനിക്കൊരു ഗ്രോത്ത് വേണം, എനിക്കൊരു സാലറി ഇൻക്രിമെന്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ വേറൊരു ജോലിക്കായിട്ട് ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ 1 ദിനവൃത്താന്തം 4:10 പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവിടുന്ന് അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കുകയും വിപത്തുകളിൽ എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഇന്റർവ്യൂ വന്നു കുമൈറ്റ് പ്രോവട്രിക്കിന്റെ. ഞാൻ ആ ഇന്റർവ്യൂ ഹാളിൽ പോകുമ്പോഴേ എനിക്ക് സംശയം, ഇതെനിക്ക് ദൈവം തന്നു തന്നെയാണോ, അത് എന്റെ തോന്നൽ കൊണ്ട് ഞാൻ തന്നെ അങ്ങ് വരുന്നതാണോ, എനിക്ക് ഇനിയും കുഴി ചാടാൻ വയ്യ, ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ വന്നതാണ്, എനിക്ക് അതുകൊണ്ടൊരു പേടി. ഞാൻ ആ ഇന്റർവ്യൂ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട്. ഒരു ഹാളിൽ നിറയെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി. പക്ഷെ ഞാൻ ഇവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി. ഇന്റർവ്യൂവിന് ഫസ്റ്റ് വിളിച്ച കാൻഡിഡേറ്റ് ഞാനാണ്. ഞാൻ ആ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ പിന്നെ സംശയം, ഇത് മാതാവ് തന്നതാണോ. എൻ്റെ നേരെ ഒരു കുട്ടി എപ്പോഴത്തേക്കും നടന്നു വന്നു. ഞാൻ അതിന്റെ മുഖമല്ല കാണുന്നത്, കഴുത്താണ് കാണുന്നത്. കഴുത്തിലെ കൃപാസനത്തിലെ മാതാവിന്റെ കാശരൂപമാണ് ഞാൻ കാണുന്നത്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി ഞാൻ പോയി. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ഇന്റർവ്യൂ പാസ്സായി പുറത്തു വന്നു. പരീക്ഷ എഴുതേണ്ട സമയമായി, വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, ഡെയിലി ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ 4 ദിവസം ടൈം എടുത്ത് പ്രോമെട്രിക്കിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. പക്ഷേ എനിക്ക് പഠിച്ചതൊന്നും തലേ കയറുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ പഠിച്ചു, മാതാവിന്റെ കാശുരൂപം മേടിച്ചു പോയി. ഞാൻ പോകുന്ന വഴിക്കെല്ലാം ആകാശം സിൽവർ ഗ്രേ കളറിലായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ഒരു അഷുറൻസ് കിട്ടണം, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈലും എൻ്റെ സാധനങ്ങളും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലോക്കർ തന്നു. ഞാൻ ആ ലോക്കർ ലോക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലോക്കറിൽ 2 ബട്ടൺസ്, ആ ബട്ടൺസിൽ ഒരു ബട്ടൺസ് രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് കത്തിക്കുന്ന നീലത്തിരിയും വൈകിട്ടത്തെ പ്രാർത്ഥനയുടെ പച്ചത്തിരിയും. എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ പരീക്ഷ വളരെ സുഖമായിട്ട് എഴുതി. എനിക്ക് അവർ പറഞ്ഞു തരുന്ന പോലെയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു റിസൾട്ട് എപ്പോൾ വരും. 24 മണിക്കൂർ പറഞ്ഞു. 15-20 മിനിറ്റിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. പരിശുദ്ധ അമ്മ ഉടമ്പടി വഴി എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണിത്. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാനിരുന്ന് അമ്മ അത് തരണേ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്കിത് വേണം, എൻ്റെ അവസ്ഥ ഇതാണ്, ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അമ്മ ഇന്ന് ഞാൻ അവരെ കണ്ടു, ഇവരെ കണ്ടു, ഇതൊക്കെയാണ് അവരെന്നോട് അങ്ങനെ പറഞ്ഞു, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എല്ലാം ഞാൻ പറയും, എല്ലാവരുടെ കാര്യങ്ങളും പറയും. ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കും. അമ്മ എല്ലാവർക്കും കാണത്തില്ലേ, എല്ലാവരും കാണാൻ വരത്തില്ലേ, നേരിട്ട് പെട്ടെന്ന് വന്നാല്
എനിക്ക് ചിലപ്പോൾ പേടിച്ചു പോകും. നമ്മൾ അങ്ങനെയാണല്ലോ കുറെ കഥകളിലൊക്കെ കണ്ടിരുന്നത്, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് പേടിയാകും. ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേടിക്കേണ്ട, ഞാൻ സ്വപ്നം കാണണം, സ്വപ്നത്തിൽ മാത്രം വന്ന് എന്നെ കണ്ടാൽ മതി, ഞാൻ റെഡി ആവുമ്പോൾ ഞാൻ പറയാം, അപ്പൊ വന്ന് അമ്മ എന്നെ കണ്ടാൽ മതി എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലാൻ വേണ്ടി രാവിലെ എണ്ണിക്കുന്ന സമയങ്ങളിൽ ലേറ്റ് ആയാല് കറക്റ്റ് ഈ രൂപത്തില് മാതാവ് ഈ ഗ്ലാസിന്റെ അകത്തല്ല ഇരിക്കുന്ന, ഇതേ ഗ്ലാസിന്റെ രൂപം സൂം ചെയ്ത പോലെ വന്നിട്ട് ജോസ്നാന്ന് വിളിക്കും. ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിലും ഒരു സ്ത്രീയുടെ അശരീരി വന്ന് എന്റെ പേര് വിളിക്കുന്നതായി ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഈ ഉടമ്പടിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി താമസിച്ചു. കാരണം എനിക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട്, പിന്നെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയാൻ എനിക്ക് ഭയങ്കര ഒരു നാണമായിരുന്നു. എല്ലാവരും എങ്ങനെ ഫേസ് ചെയ്യും, എല്ലാവരോടും ഇതെങ്ങനെ പറയും, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയത്തില്ലേ, ഇങ്ങനത്തെയൊക്കെ കുറെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, റൂമിലത്തെ മാതാവിന്റെ രൂപത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം മാതാവിന്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേഴ്സാണ്. അപ്പൊ എനിക്കുള്ള പേഷ്യൻസ് ഒക്കെ നോർത്ത് ഇന്ത്യൻസ്, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ഒന്നും മനസ്സിലാത്ത, നമ്മളെ വിശ്വസിച്ച് വരുന്ന പേഷ്യൻസ് ആണ്. ഒരു ഡ്രസ്സിങ് ചെയ്താലും ഇഞ്ചക്ഷൻ ചെയ്താലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു ആഹാരം മേടിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യും. എന്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു. ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് പത്രം വാങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഉടമ്പടി ധ്യാനം എന്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഒരു ബൈബിൾ വചനം എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഇട്ടിരിക്കും. പിന്നെ അക്രൈസ്തവരെ എന്റെ കൂട്ടുകാരെടുത്ത് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് പ്രാർത്ഥനകൾ അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അവർക്ക് കൊന്ത ചെല്ലാനൊന്നും അറിയത്തില്ല, അപ്പൊ ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ ചെല്ലുന്ന അധ്യായം ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് അത് ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ വഴി അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് ഉടമ്പടി എടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഉടമ്പടി വഴി എനിക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ. എന്റെ മെറിറ്റാലല്ല, എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല, മാതാവിന്റെ കൃപയാലാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു.